ഇറങ്ങിയിരിക്കുകയാണ്. വാസേട്ടൻ്റെ കടയിലേക്ക് പോവാം. നമ്മള് വാസേട്ടൻ്റെ കടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അതിരപ്പള്ളി വായിച്ചാല് പോണ വഴിക്കാണ് വാസേട്ടൻ്റെ കട. ഇതാണ് വാസേട്ടൻ്റെ കട കേട്ടാ, എലിഞ്ഞിപ്ര. ഈ വഴി നേരെ പോയാൽ ഈ വഴി ഒന്ന് കാണിക്കൂ ക്യാമറമാൻ. അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് എത്തും. വരും, നമുക്ക് വാസേട്ടൻ്റെ കടയിലേക്ക് കയറാം. കട്ട് ചെയ്യൂ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളന്നൊരു അതിരപ്പള്ളി വാഴച്ചാല യാത്രയിലാണ്. എൻ്റെ സുഹൃത്തായ ആങ്കറായ വിനോദ് വക്കീലിന് വരാൻ സാധിച്ചില്ല. അപ്പം അതിനു പകരം ഞാൻ തന്നെ ഒരു യാത്ര ഇറങ്ങിയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ എലിഞ്ഞിപ്പറ ചാലക്കുടിയിൽ നിന്ന് 4 കിലോമീറ്റർ അതിരപ്പള്ളി വാഴച്ചാല് വഴിയില് വാസുവേട്ടൻ്റെ കട, വളരെ പ്രസിദ്ധമായൊരു കടയാണ്. അവിടുത്തെ മീൻ പൊള്ളിച്ചത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ പൊള്ളിച്ചത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കേണ്ട അവസ്ഥയിലാണ്. വിനോദ് സാറില്ലാത്ത കാരണം. അതിനോടൊപ്പം മീനിൻ്റെ മുട്ടയുണ്ട്. വളരെ രുചികരമായ ഭക്ഷണമാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫ് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മീനിൻ്റെ മുട്ടയും മീൻ പൊള്ളിച്ചു. ചെറിയൊരു മീനാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിശേഷം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. ക്യാമറമാനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പൈസക്ക് കൊടുത്തു. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് ഇറങ്ങുകയാണ്. ക്യാമറമാൻ ഫോളോ മീ. നല്ല അനുസരണയുള്ള ക്യാമറമാനാണ്. ശമ്പളം കൊടുത്തില്ലെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഓക്കെ, കട്ട് ക്യാമറമാൻ. വാഴച്ചാൽ പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. എൻട്രി പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. എൻട്രി പാസ് ഒരാൾക്ക് 50 രൂപയാണ്, അഡൽട്ടിന് 50 രൂപയാണ്, കാറിന് 30 രൂപയും. അപ്പം അതിരപ്പള്ളി പോണ വഴിയാണ്. വെള്ളച്ചാട്ടം അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോറി, അതിരപ്പള്ളി അല്ല, വാഴച്ചാൽ പോകുന്ന വഴിയാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് കാണാം. പക്ഷേ ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് ഈവനിങ്ങിൽ. സൺലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാഴച്ചാൽ ഈ ഡയറക്ഷനിലാണ്. വാഴച്ചാൽ പോയിട്ട് നമുക്ക് തിരിച്ച് അതിരപ്പള്ളിയിലേക്ക് വരാം. അതിരപ്പള്ളിയിലുള്ള വെള്ളച്ചാട്ടം നമുക്ക് മെയിനായിട്ടുള്ള വാട്ടർഫോൾ ഉള്ളത്. പക്ഷേ വാഴച്ചാൽ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ വഴിയാണ്. ആ വഴിയുടെ പ്രത്യേകതയാണ് അവിടം വരെയുള്ളൊരു ഡ്രൈവ്. വളരെ മനോഹരമായൊരു ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് വാഴച്ചാൽ പോയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് വാട്ടർഫോൾ കാണാം. വാഴച്ചാൽ തിരികെയാണ്. വാഴച്ചാൽ വരൂ ക്യാമറമാൻ, ഫോളോ മീ. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ടർഫോൾസ് ഉണ്ട്, മെഡിസിനൽ ഗാർഡൻ ഉണ്ട്. പ്രത്യേകം വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല.
എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു വാട്ടർഫോളിൽ ക്യാമറമാൻ സ്പീഡിൽ വരും. നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ്. ആദ്യം നമ്മൾ വാഴച്ചാൽ പോയി, അതിനുശേഷം അതിരപ്പള്ളി ഫോൾസ്. നമ്മൾ കുറച്ച് ലേറ്റായി, 5:15 വരും. നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ക്യാമറമാൻ ശ്രദ്ധിച്ചിറങ്ങണം. ക്യാമറമാൻ വീണാലും എൻ്റെ ക്യാമറ വീഴാതെ നോക്കണം കേട്ടോ. അതാ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലമാണ് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ മേൽഭാഗം. ഇവിടെ വരുന്ന വെള്ളമാണ് അവിടെ ഫോൾസിൽ നിലത്തേക്ക് പതിക്കുന്നത്. ഏകദേശം 80 അടി താഴ്ചയിലേക്കാണ് ആ വാട്ടർഫോള് വാട്ടർ ചെന്ന് വീഴുന്നത്. വാട്ടർഫോൾസാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വളരെ മനോഹരമായ വാട്ടർഫോൾസ്. മനോഹരമായ വാട്ടർഫോൾസാണ്. തണുക്കാൻ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോൾ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഷോർട്ട് ജേണി ഇവിടെ അവസാനിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും നമ്മൾ ചാലക്കുടിയിൽ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വന്നു. വാഴച്ചാൽ കണ്ടു. വാട്ടർഫോൾസിൻ്റെ താഴെയുള്ള ഏരിയയിൽ നമുക്ക് പോകാൻ സാധിച്ചില്ല. നിർഭാഗ്യവശാൽ 5 മണി കഴിഞ്ഞാൽ അവിടേക്ക് കടത്തില്ല. എന്തായാലും നമുക്ക് മറ്റൊരവസരത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടു, മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു. മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരം കാണാൻ പറ്റിയില്ല. 5 മണിക്ക് ശേഷം അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ദിവസം വരാം. ഓക്കെ, എല്ലാവരും വരണം കേട്ടോ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ എല്ലാവരും വരണം. വളരെ മനോഹരമായ സ്ഥലമാണ്. ഓക്കെ, ബൈ ബൈ.